2021 അവിടെ വന്നേ? എന്തായിരുന്നു അസുഖവിവരങ്ങളൊക്കെ ഒന്ന് പറയാമോ? ആദ്യം ഇവിടെ പച്ചയില് ഒരു ഹോസ്പിറ്റലാണ് പോയത്. അവിടെ വായിക്കകത്ത് ഈ പല്ലിൻ്റെ ഈ സൈഡിലൊരു ഇത്രയൊരു ഇതുപോലെ അതിങ്ങനെ കാലക്രമേണ കൊണ്ടുണ്ടായിരുന്നു. ഞാനത് ആരോടും പറഞ്ഞില്ല. പിന്നെ ഇങ്ങനെ നാളുകൾ കഴിയും തോറും ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ ദൈവമേ ഇത് ക്യാൻസർ വല്ലതും ആണോ എന്ന് ഞാനിങ്ങനെ പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ബ്രഷ് ഇട്ട് പല്ല് തേക്കുമ്പോഴോ ഒന്നും എനിക്കൊരു വിധമായ ഒരു അസ്വസ്ഥതയോ വേദനയോ ബുദ്ധിമുട്ടോ ഒന്നും എനിക്കുണ്ടായില്ല. അങ്ങനെ കുറേ നാളുകൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ, ഇതിങ്ങനെ ആയാൽ എങ്ങനായി ആരോടേലും ഒന്ന് പറയണമല്ലോ എന്നുള്ള ഒരു തോന്നൽ ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടേയിരുന്നു. എന്നാലും പിന്നെ ഞാനതങ്ങ് ഉദാസീനത വിചാരിച്ചോ വേണ്ട ഒന്നുമില്ലെന്ന് കണ്ടിരുന്നു വെച്ച് പിന്നെ ലാസ്റ്റ് ഞാനിതും മകളോട് പറഞ്ഞു. മകളോട് പറഞ്ഞപ്പം മകള് പറഞ്ഞു, ഇത് അമ്മ ഇത്രയും നാൾ ഇത് വെച്ചുകൊണ്ടിരുന്നു, എന്തിനാ ഇത് എവിടെയും ഒന്നുകൊണ്ട് കാണിക്കരുതോ എന്ന് ചോദിച്ചപ്പോഴാണ് പച്ചയിൽ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. വായിക്കകത്തൊക്കെ നോക്കിക്കഴിഞ്ഞ് വെച്ച് പറഞ്ഞു ട്യൂമറാണ്. അത് കേട്ടപ്പോഴേ വലിയ വിഷമായി പോയി. പിന്നെ ഇങ്ങനെ ഓരോ ആശുപത്രിയിൽ കയറി ഇറങ്ങി, പച്ചയിൽ പോയി, പുഷ്പഗിരി പോയി, തിരുവല്ല ഗവൺമെന്റ് ആശുപത്രി പോയി. കോവിഡ് കാലത്തല്ലേ ഇതെല്ലാം? കോവിഡിന് മുമ്പെയാ. പിന്നെ കോവിഡ് ഇങ്ങോട്ട് വരുന്നു. പിന്നെ പല്ലെടുക്കാന് വണ്ടാനത്ത് പോയി. ലാസ്റ്റാണ് ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ട് RCCയിലോട്ട് വന്നു. അവിടെ വന്ന് ദൈവം എന്നെ ഇത്രയൊക്കെ ആക്കി. എത്ര മക്കളാ? എനിക്ക് 3, ഒരു പെണ്ണും 2 ആൺ. അമ്മച്ചി അവിടെ നിന്ന് നോക്കിയത് റൂബിയായിരുന്നോ? റൂബി ആദ്യം തൊട്ടേ റൂബിയ. പക്ഷേ തുളസം തൊട്ട് റൂബി മകളാണോ മരുമകളാണോ? അവൾ എനിക്ക് മകളും മരുമകളുമാണ്. എൻ്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ ഈ സമയം വരെ നല്ല രീതിയിൽ എനിക്ക് അവൾ എന്നെ നോക്കി. അത് എനിക്കൊരു വലിയ ഭാഗ്യമായി. കൂടുതൽ ക്രെഡിറ്റ് കിട്ടാനുള്ളത് ഈ ആയുസ് കിട്ടാനുള്ളത് അല്ലേ? ഇനി അവസാനം വരെ അവൾ എന്നെ നോക്കുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം എനിക്ക് ഉണ്ട്. എന്നിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെതായതായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് നാവിൻ്റെ വായിക്കകത്ത് എപ്പോഴും ഇങ്ങനെ ഉണങ്ങിക്കൊണ്ടേയിരിക്കുന്നു, മുനീരില്ല. അങ്ങനെ ഒത്തിരി പ്രയാസത്തിൽ കൂടെ വേറെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്കപ്പിന് പോകുന്നുണ്ട്. എനിക്കൊന്ന് കാണാൻ വരണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി കാലിന്റെ മുട്ടിനും ഒക്കെ വേദനയായത്. എന്നോട് വിശേഷം അന്നും വന്ന് പറഞ്ഞായിരുന്നു, വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. റൂബിയോട് ചോദിച്ചെന്നുണ്ടോ അമ്മ ഇപ്പോഴും ഉണ്ടോന്ന്. അത്രയും ബുദ്ധിമുട്ടിയല്ലേ? അല്ല, അതെനിക്ക് സന്തോഷമുള്ളു അങ്ങനെ കേട്ടതിനൊന്നും എന്തോന്നൊന്നും. ദൈവം ഒത്തിരി ഉപകാരങ്ങളും ഒത്തിരി കൃപകളും ഒക്കെ ഒത്തിരി നന്മകളും ഈ സമയം വരെ തന്നുകൊണ്ട്. വലിയൊരു അനുഭവം ലൂർദ് മാതാ കെയർ സെന്ററിൽ വന്ന് എനിക്ക് കിട്ടിയത്. അവിടെ എത്ര നാളുണ്ടായിരുന്നു? അത് ഞാൻ 2 മാസം താമസിച്ചു അവിടെ. റൂബി പലപ്പോഴും അവിടെ നമ്മുടെ സെന്ററിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒത്തിരി വികാര നിർഭരമായിട്ട് പറയുന്നത് എനിക്കത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം വെച്ചത്. അമ്മയും കൊണ്ട് അസുഖമായിട്ട് വന്ന് ഒത്തിരി വേദനയോട് കൂടിയാണ് ഞാൻ അവിടെ വന്നത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് ആരുമില്ല. നമ്മൾ ആദ്യം കൊറോണ സമയം അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, നീ എങ്ങനെ തന്നെ പോകും എന്നൊക്കെ എന്നോട് ഒത്തിരി പേര് ചോദിച്ച്. ഏതോ ഒരു ധൈര്യത്തിൽ ഞാനും അമ്മയായിട്ട് അവിടെ ചെന്ന് അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ലൂർദ് മാതാ കെയർ സെൻറ്ററിൽ എനിക്ക് നമ്മുടെ എടത്താപ്പള്ളിയിൽ നിന്നല്ല പുന്നപ്പറ പള്ളിയിൽ നിന്ന് അച്ഛൻ എനിക്കൊരു ലെറ്റർ തന്നു. അവിടെ നല്ല ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ വന്ന്
അവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ദിവസമൊക്കെ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ടൊക്കെ നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആ ഒരു ഇതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ തെരേസമ്മയും സിസ്റ്റേഴ്സിനെ എല്ലാം പരിചയപ്പെട്ട് കഴിഞ്ഞപ്പം പിന്നെ നമ്മുടെ വീടാണോ എന്താണോ ഭയങ്കര ഒരു അനുഭവമായിരുന്നു എനിക്ക്. എല്ലാ സമയത്തും അമ്മയ്ക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓട്സൊക്കെ വേണം, ലിക്വിഡായിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ നമുക്ക് വെളിയിൽ നിന്ന് തന്നെ വാങ്ങണം. ഞാൻ എൻ്റെ വിഷമം കണ്ടുകൊണ്ടുടനെ അച്ഛനെ എനിക്ക് മേളിൽ മിക്സിക്ക് റെഡിയാക്കി തന്ന അച്ഛൻ അതൊക്കെ ഓർക്കുന്നുണ്ടോ? എനിക്കതൊന്നും മറക്കാൻ പറ്റത്തില്ല. പിന്നെ വെള്ളം ചൂടാക്കാനായിട്ട് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു തന്ന് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമുക്കിവിടെ എല്ലാം റെഡിയാക്കാം എന്നും പറഞ്ഞുകൊണ്ട് അന്നോട്ട് എല്ലാ സാഹചര്യങ്ങളും എൻ്റെ വീട് അതിനേക്കാൾ അപ്പുറമുള്ള സ്വാതന്ത്ര്യമായിരുന്നു എനിക്ക് അവിടെ. ഭയങ്കര എനിക്കൊരു ബുദ്ധിമുട്ടും എനിക്ക് അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. എല്ലാ തരത്തിലും ഭക്ഷണത്തിനാണേലും ഒന്നിനും നമുക്ക് ഒരു ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരെ വന്ന് ബ്രദർ വന്ന് പറയും വിഷമിക്കണ്ട, പൈസ ഇല്ല എന്നുള്ള പേരിൽ നിങ്ങൾക്ക് ചികിത്സ കിട്ടിയില്ല എന്നൊരു വിഷമം വേണ്ട, പൊക്കോന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയും കൊണ്ട് വന്നപ്പം അപ്പുറത്തെ ഒരു റൂമിൽ ഒരു ചേച്ചിക്ക് കൊണ്ട് പൈസ. റൂബിയുടെ അമ്മയും ഇതേ അസുഖത്തിൽ ഇതേ അസുഖത്തിൽ വന്നപ്പോഴേ. അമ്മ എവിടെ ഇപ്പം? അമ്മ ഇപ്പൊ അങ്ങ് സേലത്ത് ചേച്ചിയുടെ കൂടെ പോയേക്കും. സുഖമായിട്ടിരിക്കുന്നോ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ? ഒരാള് തന്നെ 2 രോഗിയെ 2 വീട്ടിലെ അമ്മമാരെ അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തുള്ള എനിക്കറിയാവുന്നവരെല്ലാം ഞാൻ പറയും, നിങ്ങൾ എങ്ങും പോകല്ലേ, ലൂർദ് മാതായി പോയാൽ മതി, നമ്മുടെ പകുതി രോഗവും മാറും, നമുക്ക് ടെൻഷനില്ല, എല്ലാ തരത്തിലും നമുക്ക് നല്ല കെയർ കിട്ടുന്നവരാടോ. ആ ചേച്ചിയും വന്നോട് പറഞ്ഞ് എൻ്റെ റൂബി പറഞ്ഞതുപോലുള്ള ഒരു അനുഭവം എനിക്ക് കിട്ടിയതെന്ന്. നല്ലൊരു നമ്മുടെ ടെൻഷൻ മാറും. അതുപോലെ തന്നെ അവിടെ വന്നാൽ സിസ്റ്റേഴ്സും ബ്രദറും വലിയൊരു അനുഭവമായിരുന്നു എനിക്ക് ഇവിടെ കിട്ടിയത്. ആരും ഇല്ല എന്നുള്ളൊരു ഇതില്ലായിരുന്നു നമുക്ക്. ഏത് രാത്രിയിലാണേലും പകലാണേലും നമുക്ക് ഉള്ള സർവ്വ ഇതായിരുന്നു നമുക്ക്. ഈ പ്രേക്ഷകരുടെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നത്, വളരെ സിൻസിയറായിട്ട് പറഞ്ഞോളാം, നമ്മളൊന്നും അതായത് അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് മറ്റാണെങ്കിലും പേഷ്യൻസോ ബൈസ്റ്റാൻഡേഴ്സോ നമ്മുടെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവരും ഒരു നന്ദിയോടെയാണോ അല്ലെങ്കിൽ ഒരു സ്നേഹത്തോടെയാണോ അതിനെ കണ്ടത്? അത് ഒത്തിരി പരാതികളായിരുന്നു അവർക്ക്? ഒരു പരാതിയും എന്നെ ഞങ്ങളെല്ലാവരും ഇപ്പം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ജീവിതം ഞങ്ങൾ പറയും. മരിച്ചു പോയവരുണ്ട്. ഇപ്പം നമ്മുടെ റോസ്മിയെ ഞാൻ കണ്ട്, അപ്പോഴവിടെ അമ്മ മരിച്ചുപോയി, എന്നാലും അവൾ അവിടുത്തെ ആ സന്തോഷമാണ് പറയുന്നത്. ചേച്ചി നമ്മൾ ഓർക്കുന്നുണ്ടോ അടുക്കളയിൽ പോയി, നമ്മൾ ചെന്ന് അടുക്കളയിൽ ചെന്ന് കയറിയതും ഇറങ്ങിയതും ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. ഈയിടെ ഞാൻ അവളെ കടയിൽ വെച്ച് കണ്ട്, നമ്മുടെ അവൾക്ക് ആ ഒരു ഇത് പറയുന്നില്ല, അവിടെ അമ്മയുടെ ആ മരണവേദന അവള് പറയുന്നില്ല, അവൾ ആ നമ്മുടെ അനുഭവിച്ച അവിടുത്തെ ആ സന്തോഷം അവള് പറയുന്നത്. ചേച്ചി അതൊക്കെ ഓർക്കുന്നുണ്ടോ ചേച്ചിന്ന്, നമ്മൾ എങ്ങനെ അവിടെ ജീവിച്ചതല്ലേ എന്ന്. നമ്മുടെ റോബിൻ പറയും, ചേച്ചി നമ്മുടെ അവിടെ ഭാര്യമായില്ലേ, അപ്പൊ അവന് വിളിക്കുമ്പോ എന്നോട് പറയും, ചേച്ചി അതൊന്നും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ജീവിതമല്ലേ. എല്ലാരും ഓരോരുത്തരും വിളിക്കുമ്പോഴും നമ്മൾ അവിടുത്തെ നമ്മുടെ ശൈല ചേച്ചി, അലീനയുടെ അമ്മ, അവിടെ വിവാഹം എന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് ഒരു കുറ്റവും പറയാനായിട്ടുള്ള ഒരു ഇത് കാണുന്നില്ല എനിക്ക്. റോസ്മിയുടെ അമ്മയുള്ളപ്പോൾ മാത്രമാണ് അവിടെ ഒരു കോവിഡും കൂടെ വന്നത്. കോവിഡിന്റെ സമയവും നമ്മൾ എത്ര ഇതില്ല, നമുക്ക് ആ ഒരു അകൽച്ചയോ ഒന്നും കാണിക്കാതെ നമ്മള് ആ നിയമവും പാലിച്ച് എന്നാ ഒരു ഇത് സിസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും നമ്മുടെ തെരേസമ്മയും നമ്മുടെ സ്മിത സിസ്റ്റർ അവരൊക്കെ എന്തോ അയ്യോ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാനതൊക്കെ ഓർക്കുമ്പോ ഞാനിങ്ങനെ കരയും. ഞാൻ അവിടുത്തെ ആ ഒരു സന്തോഷം. അവിടെയുള്ള സമയത്താണ് ആകെ അവിടെ കോവിഡ് വന്നത് 5 പേർക്ക്. ആ കോവിഡ് 5 പേർക്ക് കോവിഡ് വന്നു. എന്നെ പേടിപ്പിക്കും. അത്രയും വർഷത്തിനിടയിൽ നമ്മുടെ ഹൗസിൽ അത്രയും പേർക്ക് അവര് പറയടി നിനക്ക് കോവിഡ് ആയിരിക്കും എന്നാലും എനിക്ക് വന്നില്ലായിരുന്നു. അവിടുത്തെ സേലത്തെ അമ്മച്ചി എങ്ങനെ പറയുന്നു? അമ്മച്ചി കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇതുപോലെ അച്ഛൻ വരുന്നുണ്ട്, എന്നോട് പറഞ്ഞു എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോടി, എന്റെ അന്വേഷണം പറയണം. അമ്മച്ചിക്ക് എവിടെയായിരുന്നു അസുഖം? അമ്മച്ചിക്ക് ഒരു കിഡ്നി റിമൂവ് ചെയ്യുമായിരുന്നു. ഇപ്പൊ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു? ഒരു കുഴപ്പവും ഇല്ലല്ലേ? ഭയങ്കര ഹാപ്പിയാ. ആണല്ലേ? എല്ലാവർക്കും ഞാൻ നിങ്ങളുണ്ടെന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഞാൻ എല്ലാരെയും RCCയിലോട്ട് കൊണ്ടുവരുന്നത്. എനിക്ക് ഭയങ്കര ധൈര്യം. അവിടെ നമ്മൾ ഏത് സമയത്ത് വന്നാലും ചോദിക്കാതെ എനിക്ക് കയറി വരാന്നുള്ള ഒരു ധൈര്യമാണ് എനിക്ക്. അമ്മച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 76 വയസ്സിൽ നല്ല ആരോഗ്യവതിയായിട്ടിരിക്കുന്നല്ലോ. ചിലരൊക്കെ ആണെങ്കിൽ 60 വയസ്സ് 70 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയും ട്രീറ്റ്മെന്റ് ഇനിയും വേണ്ട, ശരീരം അത്
റെസ്പോണ്ട് ചെയ്യത്തില്ല നമുക്കെന്നൊക്കെ പറയും. പക്ഷെ അമ്മച്ചിക്ക് തന്റെ നല്ല മിടുക്കിയായിട്ട് 76-ാമത്തെ വയസ്സിലിരിക്കുന്നു. എനിക്ക് എന്റെ ദൈവം, ഞാൻ മാർത്തോമാ സഭയിൽ ജനിച്ചു വളർന്നതാണ്. എനിക്ക് അപ്പോഴേ എൻ്റെ 7 വയസ്സിൽ തുടങ്ങിയ പാട്ടും പ്രാർത്ഥനയും സൺഡേ സ്കൂളുമായിട്ട് ഞങ്ങൾ 5 മക്കളുള്ളതിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ദൈവത്തോട് കൂടി പ്രാർത്ഥനയിലും ഇപ്പൊ എനിക്ക് ഒരു 50 പാട്ടോളം എനിക്ക് കാണാതെ ഒരു പാട്ടിന് 2 പരിപാടി പ്രാർത്ഥന അറിയാം എനിക്ക്. കണ്ണു നീ എന്നു മാറുമോ വേദനകളെന്നു തീരുമോ, കണ്ണു നീ എന്നു മാറുമോ വേദനകളെന്നു തീരുമോ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാൻ നീ വേഗം വരണേ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാൻ നീ വേഗം വരണേ, കണ്ണു നീ എന്നു മാറുമോ വേദനകളെന്നു തീരുമോ. ഇത് സേലത്തുള്ള മമ്മിക്ക് കൊടുക്കണം കേട്ടോ. അപ്പം എല്ലാ ആയുരാരോഗ്യവും ക്രിസ്മസിന്റെ സന്തോഷവും പ്രത്യാശയും സമാധാനം എല്ലാം കേട്ടോ. ലൂർദ് മാതാ കേരള എല്ലാവരും താങ്ക് യു കേട്ടോ. നല്ല വർഷം.